എന്നാലും സിനിമാ മേഖലയിലുള്ളവരൊക്കെ കണ്ട അഭിപ്രായങ്ങൾ പറഞ്ഞായിരുന്നു. അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചോല നമ്മുടെ കാർത്തിക് സുബ്രാജിൻ്റെ സ്റ്റോൺ ബെഞ്ച് എടുത്തായിരുന്നു. അവർ കാർത്തിക് സുബ്രാജ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആള് ഒരു ദിവസം ഇന്നപോലെ നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഭയങ്കരമായിട്ട് സിനിമാറ്റോഗ്രാഫി ഇഷ്ടപ്പെട്ടായിരുന്നു, സിനിമ ഇഷ്ടപ്പെട്ടായിരുന്നു, എക്സ്പെഷ്യലി സിനിമാറ്റോഗ്രാഫി ഭയങ്കരമായിട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ആളൊരു ദിവസം എന്നെ നേരിട്ട് വിളിച്ചിട്ട് പടം ഭയങ്കര അടിപൊളിയായിരുന്നു, സിനിമാറ്റോഗ്രാഫി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അപ്പോൾ ആളെന്തെങ്കിലും ചെന്നൈക്ക് വരുമ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്ത്. സനൽകുമാർ എൻ്റെ ഡയറക്ടർ സരലേട്ടായിരുന്നു നമ്പർ കൊടുത്തത്. അതിനൊരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ സരലേട്ടൻ ഇന്നലെ വിളിച്ചിട്ട് ആൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. ആള് വിളിച്ചിട്ട് ഇന്നലെ എപ്പോഴും ചെന്നൈ വരുമ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ വെച്ചിട്ട് നീ പോയോന്ന് ചോദിച്ചു. ഇല്ല ഞാൻ പോയില്ല, ചെന്നൈയിൽ എപ്പോഴും ചെല്ലുമ്പോൾ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പോൾ പുള്ളി എന്നെ അവിടെ കഴുതാ നീ അന്നേരം തന്നെ പോകണ്ടായിരുന്നു അപ്പോഴെനിക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി. അപ്പോൾ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആളെയും കൂട്ടി പെട്ടെന്ന് സ്പോട്ടിൽ തന്നെ കാർ എടുത്തിട്ട് ചെന്നൈ പോയി ആളെ വിളിച്ച് പിറ്റേ ദിവസം തന്നെ ഡേറ്റ് വന്നു, ഓഫീസിൽ പോയി നേരിട്ട് മീറ്റ് ചെയ്തു. പുള്ളി ഭയങ്കര അഭിപ്രായമായിരുന്നു, നേരിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞ്. അന്നേരമാണ് ആളുടെ ജഗമേതന്ത്രം അത് ആക്ച്വലി അത് തുടങ്ങാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ അന്നേരമാണ് ആൾ പറയുന്നത് ആ സിനിമയിൽ എന്നെ സിനിമാറ്റോഗ്രാഫായിട്ട് വെക്കാൻ പുള്ളിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. ഒരാഴ്ച മുമ്പാണ് എൻ്റെ DOP ഫിക്സ് ആയത്. ഒരാഴ്ച മുമ്പായിരുന്നു വിളിച്ചത്. അതിനായിരിക്കാം ചിലപ്പോൾ വിളിച്ചത്, പക്ഷെ ആൾ അങ്ങനെ പറഞ്ഞില്ലായിരുന്നു. എനിക്കത് കത്തിയില്ല, എൻ്റെ പ്രശ്നമായിരിക്കും.